തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 2025-26 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറിയിലേക്ക് AC, ലാപ്ടോപ്പ്, പ്രിന്റർ, സ്കാനർ, ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ എന്നിവ വിതരണം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സ്ഥാപനങ്ങളെ ഇ-ഹെൽത്ത് സംവിധാനത്തിലേക്ക് എത്തിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 4 AC, 2 ലാപ്ടോപ്പ്, പ്രിന്റർ, സ്കാനർ, ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ എന്നിവയാണ് വിതരണം ചെയ്തത്. 3,50,000 രൂപയാണ് പദ്ധതി വിഹിതം. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കാല ടീച്ചർ, വാർഡ് മെമ്പർ വിനയ പ്രസാദ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VK സുമയ്യ, ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ VC എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആയുർവേദ ഡിസ്പെൻസറിയിലെ ജീവനക്കാരായ യോഗ ഇൻസ്ട്രക്ടർ ലൈജു AS, അറ്റൻഡർ മല്ലിക NB, PTS ഡിക്സൺ KG, ഹോമിയോ ഡിസ്പെൻസറിയിലെ ജീവനക്കാരായ അറ്റൻഡർ റെനിത VA, മൾട്ടിപർപ്പസ് വർക്കർ ജിൽന എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ സുനീഷ് PV ചടങ്ങിൽ നന്ദി പറഞ്ഞു. ഈ ഹോമിയോനെ കുറിച്ചും ആയുർവേദത്തിനെ കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളത്, ഇത് മുള വരെ നമുക്ക് നുള്ളിക്കളയാൻ കഴിയും. അതായത് ഒരു അസുഖം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ആരംഭം മുതൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ പാടെ നശിപ്പിച്ച് കളയാൻ നല്ല മരുന്ന്, നല്ല ശരീരത്തിന് എഫക്ട് ചെയ്യുന്ന രീതിയാണ് ഹോമിയോ. നമ്മളല്ലേ മുള വരെ പറിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് എല്ലാവരും ഹോമിയോയിലേക്ക് തിരിഞ്ഞത്. പിന്നെ നമുക്കറിയാം, നമ്മളുടെ ഒരു മാറ്റം ഇത്തരത്തിലുള്ള പഞ്ചായത്ത് തലങ്ങളിൽ ആശുപത്രികൾ ഉണ്ടാവാറില്ല. ഒക്കെ വലിയ കാശ് കൊടുത്തു വേണം ഹോമിയോ മരുന്നുകളാണെങ്കിലും ആയുർവേദ മരുന്നുകളാണെങ്കിലും കഴിക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു ആശുപത്രി ഉണ്ടാവും. ഞാൻ ഇന്നും ആലോചിക്കുന്നത്, എൻ്റെ വീട്ടിലുള്ള ഒരു പ്രായം ചെന്നവരാണ് അന്ന് എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പൊ ഞാൻ അമ്മാമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ പോയിരുന്നത് കുന്നത്തങ്ങാടിയിലാണ്. സത്യം ആ കയറ്റത്ത് തൊട്ടപ്പുറത്താണ്. കഷായം ഒക്കെ കിട്ടും. എത്ര വഴി പോകണം നോക്കി. ഈ പുളിയെ തിരിച്ചാണ് ഞാൻ പറഞ്ഞത്. അവിടെ പോകണം. എന്നിട്ട് അവിടെ നിന്ന് മരുന്ന് മേടിച്ചു വരണം. കുപ്പിയിൽ കുറച്ച് മരുന്ന് കിട്ടും. ഇതല്ല, മുഴത്തിന് സർക്കാർ ആശുപത്രികൾ മാറിയിട്ടുണ്ട്. ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത്രയധികം ഫണ്ട് കിട്ടിയത്? അപ്പൊ ഞാൻ പറയാം, എവിടെ നിന്നൊക്കെ ഫണ്ട് കിട്ടുന്നു അതെല്ലാം വാങ്ങിയെടുത്തുകൊണ്ട് ചെയ്യും. ആ ഒരു ആർജവമാണ് നമ്മുടെ പഞ്ചായത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ അന്ന് 50,000 രൂപയ്ക്ക് മരുന്നുണ്ടായിരുന്നത് ഇന്ന് 5 ലക്ഷമാണ്. അടുത്ത വർഷത്തേക്ക് 6 ലക്ഷം എന്നുള്ള രീതിയിലോട്ട് വരും. അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്തു തന്നു. പിന്നെ ഇവിടെ സോളാർ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവർക്ക് വരുന്നവർക്ക് കുടിവെള്ളത്തിനായിട്ട് വാട്ടർ കിയോസ്ക്, ഇതൊന്നും ഒരു ഹോമിയോ ഡിസ്പെൻസറി അല്ലെങ്കിൽ ആയുർവേദ ഡിസ്പെൻസറിയിലും ഇല്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് ഇൻവെർട്ടർ ഉണ്ട്. ഇപ്പൊ എല്ലാത്തിനും പുറമെ ഇപ്പൊ നമുക്ക് കുടുങ്ങിയിരിക്കാതിരിക്കാനായിട്ട് AC കൂടി ഇപ്പോൾ തന്നിരിക്കുകയാണ്. അപ്പൊ ഇത്രയും ചെയ്തു തന്ന നമ്മുടെ പഞ്ചായത്തിന് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.